ഡിജിറ്റൽ സമ്മിന്റെ കൺസെപ്റ്റ് നമുക്ക് ഇതുപോലെ ഡിവിസിബിലിറ്റിക്കകത്തെ പോലെ നമുക്ക് LCM ആൻഡ് HCF എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്തും ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് TCS ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈ 9ന്റെ ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ സം കൺസെപ്റ്റ് വെച്ച് എളുപ്പം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. The greatest number of 6 digits. The greatest number of 6 digits. The greatest number of 6 digit which gives remainder 10. Which gives remainder 10 when divided by 36, 48, 54, 60 and 90 is. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 997930, 997240, 997910, 999908. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ സമ്മിന്റെ കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? 6 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഗിവ്സ് റിമൈൻഡർ 10 when divided by 36. അല്ലെ, ഇത് LCM, സാധാരണ ഇത് LCM HCF മെത്തേഡോ അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിനകത്തോ ആണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് കൺവെൻഷണൽ മെത്തേഡ് ഇതിൽ എങ്ങനെ ചെയ്യുമെന്ന് നമ്പർ സിസ്റ്റത്തിനകത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് പറയും. പക്ഷെ ഇത് നമ്മൾ ഷോർട്ട് ട്രിക്കിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, അപ്പൊ അത് നമ്മൾ അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമ്മൾ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ 36 എന്ന് പറയുമ്പോൾ 9 into 4 ആണ്. അപ്പൊ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? റിമൈൻഡർ 10 തരുന്നുണ്ട് അല്ലെ. റിമൈൻഡർ 10 തരുന്നുണ്ട്. അപ്പൊ റിമൈൻഡർ 10 തരികയാണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിമൈൻഡർ 10ന്റെ ഡിജിറ്റൽ സം അല്ലെങ്കിൽ റിമൈൻഡർ 10ന്റെ ഡിജിറ്റൽ സം എടുത്തു കഴിഞ്ഞാൽ 1, അല്ലെങ്കിൽ 10നെ 9 കൊണ്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാണ് റിമൈൻഡർ വരുന്നത്? അതും എന്തായിരിക്കും? 1 തന്നെയാണ്. അപ്പം ഡിജിറ്റ്സിന്റെ സം, ആ ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. ആ ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം 1 ആയതുകൊണ്ടാണ് ഈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 10 വന്നത് അല്ലെ. നമ്മളപ്പോ ഓപ്ഷനകത്ത് ഡിജിറ്റിന്റെ സം 1 വരുന്നത് ഏത് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. അപ്പം ഇതേപോലെ തന്നെ ഇതിനകത്തൊരു ചെറിയ കുഴപ്പമുണ്ട്, അതായത് 2 ഓപ്ഷനകത്ത് അങ്ങനെ വല്ലതും വന്നു പോയാൽ നമുക്ക് ചെയ്യാൻ പാടാണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യനെയർ എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്? ഒരു ഓപ്ഷൻ മാത്രമേ വെക്കുള്ളൂ. ഓക്കെ, ഇത് ലാസ്റ്റ് CHSL-നൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്, അത് അതേപോലെയാണ് ഈ ചെയ്യുന്നത്. ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷനകത്ത് ഡിജിറ്റൽ സം 1 വരുന്നുണ്ടോന്ന്? ഫസ്റ്റ് 9 ക്യാൻസൽ ചെയ്തു, 9 ക്യാൻസൽ ചെയ്തു, 9, 7 + 3 10 അല്ലെ. 10ന്റെ ഡിജിറ്റൽ സം എന്താണ്? 1. അപ്പൊ ഇത് നമ്മുടെ ഓപ്ഷൻ ആവാം. അടുത്തത് 9 പോയി, 7 + 2 9, 4. ഡിജിറ്റൽ സം എത്രയാണ്? 4. അപ്പൊ ഇതല്ലല്ലോ. അടുത്ത 9, 9, 7 + 1 8 ആണല്ലേ ഡിജിറ്റൽ സം. അപ്പൊ ഇതുമല്ല ആൻസർ. അടുത്ത 9, 9, 9, 9. ഇതിന്റെ ഡിജിറ്റൽ സമ്മും 8 ആണ്. അപ്പൊ ഡിജിറ്റൽ സം 1 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സമ്മിന്റെ കൺസെപ്റ്റ് വെച്ച് ഇത് സോൾവ് ചെയ്തത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് x be the smallest number. Let x be the smallest number. Let x be the smallest number which when added to 2000, which when added to 2000. 2018 TCS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. which when added to 2000 make the resulting number divisible by 12, 16, 18 അതാണ് നമുക്ക് വേണ്ടുന്ന സാധനം. and 21. The sum of the digit of x ആണ് ചോദിച്ചിരിക്കുന്നത്. The sum of the digits of x. The sum of the digits of x ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്?
5 6 7 8 5 6 7 8 നിങ്ങൾ തന്നെ പറഞ്ഞേ. ഈ ക്ലാസ് ഇത്രയും കണ്ടു കഴിഞ്ഞു നിങ്ങൾ ആദ്യത്തെ വീഡിയോയും പാർട്ട് 1 പാർട്ട് 2 ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കൺസെപ്റ്റ്, എക്സ് ബി ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ആഡഡ് ടു 2000 make the resulting number divisible by 18. divisible by 18 അല്ലേ, അവിടെയാണ് നമ്മുടെ സാധനം. 18 എന്ന് പറയുമ്പോൾ എന്താണ്, 9 ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 18 എന്ന് പറയുമ്പോൾ 9 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അപ്പൊ അതിന്റെ ഡിജിറ്റൽ സം, ആ നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ വരണം, 9 തന്നെ വരണം അല്ലേ. അപ്പൊ 2000ന്റെ കൂടെ ഏതോ ഒരു എക്സ് എന്ന് പറയുന്ന ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സംഖ്യ വരുന്നത് അല്ലെ, നമുക്ക് ഈ നമ്പർ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡിജിറ്റിന്റെ സമ്മ് നമുക്കറിയാം ഓൾറെഡി 9 ആണ്. 2000ന്റെ ഡിജിറ്റിന്റെ സമ്മ് എത്രയാണ്, 2 ആണ്. അപ്പം എക്സ് എന്തായിരിക്കും വരേണ്ടത്, 7 അല്ലേ. എക്സ് 7 വന്നു കഴിഞ്ഞാലല്ലേ 2 + 7 ഡിജിറ്റ്സിന്റെ സമ്മ് 9 വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ആൻസർ ഉള്ളൂ. അപ്പൊ ആൻസർ എന്താണ്, ഫൈൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ് എന്താണ്, 7. ഇത് നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്ത് നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിജിറ്റ് കിട്ടും, എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ എക്സിന്റെ ഡിജിറ്റിന്റെ സമ്മ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 7 തന്നെ വരും. അപ്പൊ നമ്മൾ അത്രയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡിജിറ്റൽ സം 9 × ഡിജിറ്റൽ സം കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇത് സോൾവ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ. ലെറ്റ് എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ. Let x be the least number. Let x be the least number which when divided by 8 9 which when divided by 8 9 12 14 and 36. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം അല്ലെ. 14 and 36 leaves a remainder of 4 in each case. 4 in each case. But x is divisible by 11. But x is divisible by 11. പിന്നെന്താണ് തന്നിരിക്കുന്നത്, the sum of the digits of x. Simple. The sum of the digits of x. Sum of the digits of x. ഇത്രയൊക്കെയാണ് ഓപ്ഷൻ 5 6 9 4. 5 6 9 4. ആൻസർ പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞ എന്തായിരിക്കും ആൻസർ. Let x be the least number which when divided by 8 9 12 and 36. 36-നകത്തും 9-ഉം നമുക്ക് ഇവിടെ പ്രത്യേകം കിടപ്പുണ്ട്. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ ഈ കൺസെപ്റ്റ് നമുക്ക് പ്രയോഗിക്കാം അല്ലെ. ലീവ്സ് എ റിമൈൻഡർ ഓഫ് 4 in each case. അതായത് ആ നമ്പറിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, റിമൈൻഡർ 4 ആണ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് തന്നെ മനസ്സിലായി, അപ്പൊ തന്നെ മനസ്സിലായി നമുക്ക് അതിന്റെ ഡിജിറ്റൽ സം ഈക്വൽ ടു എത്ര ആയിരിക്കും, ആ നമ്പറിന്റെ 4 ആയിരിക്കും അല്ലെ. ബട്ട് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 11. അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ദെൻ ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ്. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ് എന്തായിരിക്കും, 4. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൺസെപ്റ്റ് ചോദിച്ചിരിക്കുന്നു അല്ലെ. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൺസെപ്റ്റ് ചോദിച്ചിരിക്കുന്നു. ഇനി ഇത് ശരിക്കും നോർമലി ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല. ലെറ്റ് എക്സ് ബി 8 9 12 14 36ന്റെ ഒക്കെ നമ്മൾ LCM ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് LCM ഓഫ് അത് ആ സംഭവം എടുത്തിട്ട് -4 + 4 ആഡ് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 11ലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു നമ്പർ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സം ഓഫ് ദ ഡിജിറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. നോർമൽ മെത്തേഡ്, അതായത് കൺവെൻഷണൽ മെത്തേഡ്. പക്ഷെ നമ്മൾ ഈ ഡിജിറ്റൽ സം കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ 4 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് ഈ ട്രിക്കിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, let x be the least number. Let x be the least number. Let x be the least number which when divided by 5 6 7 8. Which when divided by 5 6 7 8. Let x be the least number which when divided by 5 6 7 8 leaves a remainder 3 in each case. Leaves a remainder 3 in each case. അങ്ങനെയാണെങ്കിൽ but when divided by 9
leaves no remainder, but when divided by 9, leaves no remainder. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിമൈൻഡർ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ 9 അവിടെ കിടപ്പുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻസ്? 17, 19, 20, 18. ഓക്കെ, ഇനി നമ്മുടെ കൺസെപ്റ്റ് നോക്കാം. ലെറ്റ് എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 5, 6, 7, 8 leaves a remainder 3 in each case. അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല, നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. ബട്ട് വെൻ ഡിവൈഡഡ് ബൈ 9 leaves no remainder. ഇതാണ് നമ്മുടെ സാധനം. ബട്ട് when divided by 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡറും വരുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? ഡിജിറ്റൽ സം. ആ നമ്പറിന്റെ ഡിജിറ്റിന്റെ സം എന്തായിരിക്കണം? 9 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എക്സ് 1 + 7 എന്താണ്? 8. 1 + 9 എന്താണ്? 1. 2 + 0 2. 1 + 8 9. So this will be our answer. Okay, sum of the digits of x എന്തായിരിക്കണം? ഡിജിറ്റ് സം 9 ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നമുക്ക് x. 1 + 8 എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് least number? What is the sum of the digits of least number? What is the sum of the digits of least number which when divided by 12, 15, 18, 27? അവിടെയാണല്ലേ നമ്മുടെ ട്രിക്ക് വർക്ക് ആവുന്നത്. leaves the same remainder 9 in each case. leaves the same remainder 9 in each case and is also a multiple of 11 എന്നും പറഞ്ഞിട്ടുണ്ട്. and is also a multiple of 11. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? 17, 19, 20, 18. ഓക്കെ, അപ്പൊ ആൻസർ എന്തായിരിക്കും? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 12, 15, 18, 27? അതായത് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ 9 ഉണ്ടല്ലോ അതിനകത്ത്. ലീവ്സ് ദ സെയിം റിമൈൻഡർ 9 ഇൻ ഈച്ച് കേസ്. ആക്ച്വലി നമുക്ക് 9 ഉണ്ടെന്നേ ഉള്ളൂ, അത് വലിയ നമ്പർ ഏതോ ആയിരിക്കും. അപ്പൊ അതിനെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9 വരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ റിമൈൻഡർ 9 വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഡിജിറ്റ്സിന്റെ സമ്മ് എന്തായിരിക്കണം? 9 ആയിരിക്കണം. ആൻഡ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 11. അതൊന്നും നമ്മൾ നോക്കിയേ വേണ്ട. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്തായിരിക്കും? സം ഓഫ് ദ ഡിജിറ്റ്സ് 9 ആയിരിക്കും. 1 + 7 എന്താണ്? 8 അല്ല. 1 + 9 എന്താണ്? 1. 2 + 0 2. ഇതുമല്ല. അപ്പം 1 + 8 9. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സം ഓഫ് ദ ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ നിർത്താം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. Find the sum of the digits of the smallest number. Find the sum of the digits of a smallest number which when divided by 12, 15, which when divided by 12, 15 അല്ല, sorry 16, 24, 30, 36. which when divided by 16, 24, 30 and 36 leaves remainder 8, 16, 8, 16,
22, 28 respectively, but exactly divisible by 7. But exactly divisible by 7. But exactly divisible by 7. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 9, 10, 13, 11. 9, 10, 13, 11. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ LCM ആൻഡ് HCF വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അത് പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയും. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല സമയമെടുക്കും. അതായത് നമ്മൾ ഇതിന്റെ നോർമൽ കൺവെൻഷണൽ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യമേ LCM എടുത്ത് ഞാൻ പറഞ്ഞു, പിന്നെ ആ ഒരു നമ്പറിലേക്ക് നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 7 കൊണ്ടുവരണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. അതേസമയം നമ്മൾ ഈ 9ന്റെ കൺസെപ്റ്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് എളുപ്പം സോൾവ് ചെയ്യാൻ നോക്കി. ഫൈൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് എ സ്മോൾ നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 16, 24, 30, 36. 36 അല്ലെ, ഇത് നമ്മൾ പഠിച്ചു. 36നകത്ത് എന്തുണ്ട്? 9 ഉണ്ട്. 36 എന്ന് പറയുമ്പോൾ 9 into 4. അപ്പൊ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ? 28 ആണ്. കാരണം ഓരോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന റിമൈൻഡർ ആണ് കൊടുത്തിരിക്കുന്നത് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, റെസ്പെക്റ്റീവ്ലി. അപ്പൊ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് റിമൈൻഡർ വരുന്നത്? 28 ആണ് റിമൈൻഡർ വരുന്നത് അല്ലെ. നമുക്ക് റിമൈൻഡർ എത്രയാണ് വരുന്നത്? 28. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും ആ സമ്മ്, ഡിജിറ്റൽ സമ്മ് അല്ലെങ്കിൽ ആ നമ്പറിന്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്തായിരിക്കും? 28 എന്ന് പറയുമ്പോൾ 2 + 8 = 10. 10 എന്ന് പറയുമ്പോൾ 1 + 0 1 ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 28നെ അഗെയിൻ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 3 വട്ടം 27 വരെ പോയി, ബാക്കി എത്ര റിമൈൻഡർ വന്നു? 1 അല്ലെ. അപ്പൊ അതായിരിക്കും നമ്മുടെ ഡിജിറ്റ്സിന്റെ സമ്മ് അല്ലെ. സം ഓഫ് ദ ഡിജിറ്റ്സ് 1 ആയിരിക്കും. സം ഓഫ് ദ ഡിജിറ്റ്സ് 1 വരുന്ന ഓപ്ഷൻ ഏതാണ്? 9 അല്ല, 1 + 0. ഓക്കെ, 13, 4 അല്ലേ, 1 + 1 2. അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടി 10. ഓക്കെ, അപ്പൊ നമ്മൾ LCM ആൻഡ് HCFനകത്തെയും അതുപോലെ തന്നെ നമ്മൾ ഡിവിസിബിലിറ്റിക്കകത്തെയും കുറെ ക്വസ്റ്റ്യൻ ഈ ഡിജിറ്റൽ സം ഓഫ് 9 കൺസെപ്റ്റ് വെച്ച് ചെയ്തു. നിങ്ങൾക്ക് എന്തായാലും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് SSC CHS 2020 എക്സാമിന് പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. നിങ്ങൾ ഈ ഒരു സംഭവം നോക്കിയിട്ട് പോവുക, ഈ ക്ലാസ് കണ്ടിട്ട് പോവുക, എന്നിട്ട് നിങ്ങൾ റിവ്യൂസ് അറിയിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്യുക, അതിനകത്ത് ചോദിക്കുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.